പന്നിക്കണിയിൽ നിന്നും വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ നിലമ്പൂരിൽ നീക്കം. സർക്കാർ നടത്തിയ ആസൂത്രിത കൊലയെന്ന വിധത്തിൽ UDF പ്രചരണം. രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്നും സംഭവത്തിന് പിന്നിൽ മൃഗവേട്ടക്കാർ മാത്രമെന്നും പോലീസിന്റെ കണ്ടെത്തൽ. നിലമ്പൂരിൽ വിവാദം കൊഴുക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ് കിട്ടുന്ന ഏത് വിഷയവും രാഷ്ട്രീയ ആയുധമായി മാറുന്നത് സാധാരണയാണ്. എന്നാൽ മലപ്പുറം വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റാനുള്ള മത്സരം കടന്ന കൈയാണെന്ന് പറയാതെ വയ്യ. വഴിക്കടവിൽ നടന്നത് സർക്കാർ സ്പോൺസേഡ് കൊലയാണെന്ന പ്രതികരണമാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആദ്യം മുതലേ നടത്തിയത്. സ്വകാര്യ വ്യക്തി കെണി വെച്ചതിനാലാണ് അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി മരിച്ചതെന്ന് വ്യക്തമായിട്ടും സർക്കാരിന്റെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്ന വിധത്തിൽ പ്രചരണങ്ങൾ ശക്തമാക്കുകയാണ് UDF നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്നും നേരിട്ട് ലൈൻ വലിച്ച് രഹസ്യമായാണ് പന്നിക്കണി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾക്ക് ഷോക്കേറ്റത്. സംഭവത്തിൽ അനന്തു എന്ന വിദ്യാർത്ഥി മരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അനന്തുവിന്റെ മരണകാരണം വൈദ്യുത കമ്പിയിൽ കാൽ തട്ടിയത് മൂലമാണെന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 105-ാം വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പന്നിയെ പിടികൂടി ഇറച്ചി കച്ചവടം നടത്താനാണ് കെണിവെച്ചതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുമുണ്ട്. ഇലക്ട്രിക് ലൈനിൽ മുള ഉപയോഗിച്ച് അനധികൃതമായി ലൈൻ വലിച്ചാണ് വൈദ്യുതി കെണി ഒരുക്കിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ വിധത്തിൽ വന്യമൃഗങ്ങളെ വേട്ടയാടി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായ വിനീഷ്. ഈ വിധത്തിൽ കെണി സ്ഥാപിച്ച് മാംസക്കച്ചവടം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. അതേസമയം ഈ വാർത്ത അറിഞ്ഞ ഉടനെ വ്യക്തമായ അന്വേഷണങ്ങൾ ഒന്നുമില്ലാതെ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ പ്രതികരണങ്ങൾ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് തിരിച്ചടിയായിരിക്കുകയാണ്. കെണിയൊരുക്കിയ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണമെന്നാണ് മന്ത്രി നടത്തിയ പ്രതികരണം. ഷോക്കേറ്റ് മരിച്ച സംഭവം നിലമ്പൂരിൽ അറിയും മുമ്പേ മലപ്പുറത്ത് പ്രകടനം നടന്നതിലും ദുരൂഹതയുണ്ടെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് വൻ വിവാദമായി മാറുകയും ചെയ്തു. രാഷ്ട്രീയം കളിക്കുന്ന വനം മന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യവുമായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തു. ചില മൃഗവേട്ടക്കാർ വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി ഒരുക്കിയതാണെന്ന് വ്യക്തമായിട്ടും അതിനു പുറകിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മന്ത്രി തുറന്നടിക്കുകയായിരുന്നു. മന്ത്രി AK ശശീന്ദ്രന്റെ ഈ വിധം പ്രതികരണങ്ങൾ അനവസരത്തിലായി എന്ന് ഇടതുപക്ഷ നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ആസൂത്രിത നീക്കമാണിപ്പോൾ നിലമ്പൂരിൽ ഉടനീളം നടക്കുന്നത്. UDF കൊടികളുമേന്തിയ പ്രവർത്തകർ പ്രധാന റോഡുകൾ വരെ സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിഷേധമാണ് നിലമ്പൂരിൽ അരങ്ങേറിയത്. ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡിലടക്കം ഈ വിധത്തിൽ തടസ്സം സൃഷ്ടിച്ചത് സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. സർക്കാർ നടത്തിയ ആസൂത്രിത കൊലപാതകമാണിതെന്ന വിധത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകിയാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് രംഗത്ത് വന്നത്. വൈദ്യുത കമ്പിയിൽ തട്ടി വിദ്യാർത്ഥി മരിച്ചത് നിർഭാഗ്യകരമാണെന്നതിലും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന കാര്യത്തിലും തെല്ലും സംശയമില്ല. എന്നാൽ 2 വോട്ട് കൂടുതൽ കിട്ടുമെന്ന ധാരണയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനായി കൊടിയെടുത്ത് ഇറങ്ങുന്നതും ഹീനമാണെന്നത് UDF മറക്കരുത്. ഈ വിധത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് M സ്വരാജ് നടത്തിയത്. സർക്കാരിനെതിരെ വീണ് കിട്ടിയ അവസരമായി ഈ മരണത്തെ മാറ്റാനും അതുവഴി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുമാണ് UDF നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി മോഷ്ടിച്ചാണ് കെണിയൊരുക്കിയതെന്ന് വ്യക്തമാവുകയും കുറ്റവാളികളെ പിടികൂടിയിട്ടും ഇടത് സർക്കാരിനെതിരെയുള്ള ആയുധമായി ഈ സംഭവ വികാസങ്ങളെ മാറ്റി പ്രക്ഷോഭങ്ങൾ ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെയാണെന്നതും പകൽ പോലെ വ്യക്തം. ഇപ്പോൾ നടക്കുന്നത് അതിരുവിട്ട പ്രതികരണങ്ങൾ ആകുന്നുവെന്ന് UDF പ്രവർത്തകർക്ക് പോലും രഹസ്യമായി സമ്മതിക്കേണ്ടി വരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതേസമയം വൈദ്യുതി വകുപ്പ് അധികൃതരുടെ അനങ്ങാപ്പാറ നയം ക്രിമിനലുകൾക്ക് ഏറെ സഹായകമാകുന്നു എന്ന വസ്തുതയും കാണാതിരിക്കാനാവില്ല. കാരണം ഇലക്ട്രിക് കമ്പിയിൽ നിന്നും രഹസ്യമായി മൃഗവേട്ടക്കാർ വൈദ്യുതി മോഷ്ടിക്കുന്നതായി പലകുറി പരാതി ഉയർന്നിട്ടും അതൊന്നും അറിഞ്ഞ ഭാവം വൈദ്യുതി വകുപ്പ് അധികൃതർ കാണിച്ചിട്ടില്ല. ആ വിധത്തിലുള്ള അനാസ്ഥയുടെ ഫലമായാണ് അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ടതെന്നതും പറയാതെ വയ്യ. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ പന്നിക്കണിയും ഷോക്കേറ്റ് മരണവുമൊക്കെ ഈ വിധത്തിൽ വിവാദമാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം ഏവർക്കും വ്യക്തമാണ്. ഈ സംഭവ വികാസങ്ങൾക്ക് സംസ്ഥാന സർക്കാരും ഇടത് സ്ഥാനാർത്ഥി സ്വരാജും മറുപടി നൽകണമെന്ന വിധത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ UDF-ന് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്.